നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരു വലിയ സൈനിക ശക്തിയാണ്. മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥകളിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ എമർജിങ് സമ്പദ് വ്യവസ്ഥയും കൂടിയാണ്. ഈ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. ഇന്ത്യയുടെ കഴിവിൻ്റെ 7 അയലത്തെത്താൻ ബംഗ്ലാദേശിന് സാധിക്കില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്? തീർച്ചയായും ഇന്ത്യയുടെ ഒരു പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ട്, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ബംഗ്ലാദേശിന് പിന്നിൽ ചൈനയാണ് എന്നാണ്. വ്യക്തമായി തന്നെ അത് പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ബംഗ്ലാദേശുമായി ചൈനയ്ക്ക് ഇപ്പോൾ ഒരു സൈനിക സഹകരണമുണ്ട്. പ്രത്യക്ഷത്തിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൈകോർക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം 1971 അടിച്ചു പിരിഞ്ഞ രാജ്യങ്ങളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും. പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന കിഴക്കൻ ബംഗ്ലാദേശിനെ വേർപെടുത്തി ബംഗ്ലാദേശ് എന്ന ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച രാജ്യമാണ് ഇന്ത്യ അന്ന് ആ ധൈര്യം കാട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും പാകിസ്ഥാന്റെ ബൂട്ടിനടിയിൽ കിടന്ന് ഞെരിയേണ്ട ഒരു ബാധ്യതയാണ് ബംഗ്ലാദേശികൾക്കുണ്ടായിരുന്നത്. പക്ഷേ ബംഗ്ലാദേശ് ഇന്നൊരു സ്വതന്ത്ര രാജ്യമായി മാറി. ഇപ്പോൾ മതഭീകരത അവരെ പിടികൂടിയിരിക്കുന്നു. ആ മതഭീകരതയാണ് അവിടെ പരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ച് ഇപ്പോൾ അവിടെ ഒരു ഇടക്കാല ഭരണകൂടം സ്ഥാപിച്ചിരിക്കുന്നത്. 1971 അഴിച്ചു പിരിഞ്ഞ തങ്ങളുടെ എക്കാലത്തെയും വലിയ ശത്രു രാജ്യമായ പാകിസ്ഥാനുമായി ഒന്നിക്കാൻ പോകുന്നതും. മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നും ഇവർ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശിലെത്തുന്നു. നവംബറിൽ പാകിസ്ഥാന്റെ നേവി മേധാവിയാണ് ബംഗ്ലാദേശിൽ എത്തിയത് എന്നോർക്കണം. ഇത് 1971 ശേഷം പാകിസ്ഥാന്റെ ഒരു സൈനിക മേധാവി ആദ്യമായിട്ടാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ എത്തുന്നത് എന്നും നമ്മൾ കണ്ടറിയണം. എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ ഗാഢമായ ഒരു സൈനിക സഹകരണം ഉണ്ടായിരിക്കുന്നു പ്രത്യക്ഷത്തിൽ എന്ന് തന്നെ പറയണം. പക്ഷേ ആ പ്രത്യക്ഷത്തിലുള്ള സൈനിക സഹകരണത്തിന് പുറമെ ചൈനയുമായും ബംഗ്ലാദേശ് ഇപ്പോൾ സൈനിക സഹകരണം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല ബംഗ്ലാദേശിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വൻതോതിൽ ചൈന നിക്ഷേപം ഇറക്കുന്നുണ്ട്. തുറമുഖ നിർമ്മാണം ഉൾപ്പെടെ ബംഗ്ലാദേശിൽ ചൈന നടത്തുന്നുണ്ട് എന്നെല്ലാം ഇപ്പോൾ ഇന്ത്യയുടെ പാർലമെന്ററി കമ്മിറ്റി ഇന്ത്യൻ പാർലമെന്റിന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം നമുക്കറിയാം, കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശിന്റെ ഭാഗം, ആ ബംഗ്ലാദേശിന്റെ സമീപത്താണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ മെയിൻ ലാൻഡുമായി ബന്ധിപ്പിക്കുന്നത് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന ഒരു 20 കിലോമീറ്റർ മാത്രം ഏറ്റവും ചുരുങ്ങിയ വീതിയുള്ള ഒരു ഇടനാഴിയാണ്. ഈ ഇടനാഴിയിൽ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റാം എന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും ചൈനയും ഒരുപോലെ ആഗ്രഹിക്കുകയാണ്. ഇതുവരെയും ബംഗ്ലാദേശ് ഇന്ത്യക്കൊപ്പമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും അവർ വേർപെടുന്നു എന്ന് മാത്രമല്ല ചൈനയുമായും അതുപോലെ തന്നെ പാകിസ്ഥാനുമായും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ ചൈനയുടെ ഈ നിക്ഷേപം സ്വീകരിക്കുന്നത് പിൽക്കാലത്ത് ബംഗ്ലാദേശിന് തന്നെ മോശമായി മാറും, ബംഗ്ലാദേശിന് തലവേദനയായി മാറും എന്നും പലരും വിലയിരുത്തുന്നുണ്ട്. കാരണം ചൈനയിൽ നിന്നും വൻതോതിൽ കടം വാങ്ങിയ പാകിസ്ഥാനും ശ്രീലങ്കയും എല്ലാം പിന്നീട് കടക്കണിയിൽ പെട്ടുപോവുകയും വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിലാകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയിൽ കോടിക്കണക്കിന് രൂപ ചൈന ബംഗ്ലാദേശിൽ നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ചൈനയുടെ ഒരു ഫുട് പ്രിന്റ് അല്ലെങ്കിൽ ചൈനയുടെ ഒരു സാന്നിധ്യം ബംഗ്ലാദേശിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ പാർലമെന്ററി കമ്മിറ്റി അത് പാർലമെന്റിന് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതിനെ ഗൗരവമായി കാണുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ സാഹചര്യത്തിലാണ് കൃത്യമായി തന്നെ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ മെച്ചപ്പെട്ട സാഹചര്യത്തിലും പ്രതിരോധ രംഗത്ത് ചൈനയെ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇന്ത്യൻ സേനയും ഇന്ത്യയും സർക്കാരും കാണുന്നത് എന്ന് തന്നെയാണ് വസ്തുത. എന്തായാലും ബംഗ്ലാദേശിൽ ഇറങ്ങിക്കളിക്കുന്നത് ചൈനയാണ് എന്ന് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രദേശങ്ങൾ, ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ജാഗ്രതയും അതുപോലെ തന്നെ പ്രതിരോധ സന്നാഹങ്ങളും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.